നമസ്കാരം. ബിഗ് ബുക്കാണ്. 6-ാം താളിലെ വരികൾക്കിടയിലൂടെയുള്ള വായനയിലേക്ക് സ്വാഗതം. പുതുവർഷത്തിലേക്ക് ഇനി അധിക ദിവസങ്ങൾ ബാക്കിയില്ല. ഏറ്റവും കൂടുതൽ മധുരം സമ്മാനമായി നൽകുന്നതും ഈ കാലത്താണ്. അതുകൊണ്ട് തന്നെ ബേക്കറികൾക്ക് ഇത് കേക്ക് മിക്സിംഗിന്റെ കാലമാണ്. നമ്മുടെ സ്വന്തം സംസ്ഥാന സർക്കാർ വിലാസം ബേക്കറിയിലും ഒരു കേക്ക് മിക്സിംഗ് നടക്കുകയാണ്. ലഭ്യമായ വിവരങ്ങൾ ശരിയെങ്കിൽ ഈ മാസം തന്നെ കേക്ക് ചുട്ടെടുക്കാൻ ബോർമയിലേക്ക് മാറ്റും. ഈ കേക്കിൽ അടങ്ങിയിരിക്കുന്ന വിഷവസ്തുക്കളുടെ പട്ടികയാണ് ബിഗ് ബുക്ക് 6-ാം താളിൽ കോറിയിടുന്നത്. പറഞ്ഞു വരുന്നത്, സംസ്ഥാന സർക്കാർ നടപ്പ് നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിച്ച് പാസാക്കിയെടുക്കാൻ ഒരുങ്ങുന്ന നിയമത്തെക്കുറിച്ച് തന്നെയാണ്. അത് മറ്റൊന്നുമല്ല, കലാലയ രാഷ്ട്രീയത്തിന്റെ തിരിച്ചുവരവാണ്. കോടതി ഉത്തരവിലൂടെ സ്കൂളുകളുടെ പടികടത്തിവിട്ട കുട്ടി രാഷ്ട്രീയം മതിൽ പൊളിച്ചെത്തുമ്പോൾ നെഞ്ചിലാളുന്ന തീയുമായി നിറകണ്ണുകളോടെ മക്കളെ നോക്കി വഴിയോര കണ്ണുകളുമായി നിൽക്കുന്ന മാതാപിതാക്കളുടെ പക്ഷം മാത്രമാണ് ബിഗ് ബുക്ക് ഇവിടെ എഴുതി ചേർക്കുന്നത്. കേരള കത്തോലിക്ക സഭയുടെ വിദ്യാഭ്യാസ കമ്മീഷൻ വലിയൊരു പ്രക്ഷോഭത്തിന് അരങ്ങൊരുക്കുകയാണ്. മറ്റു നിവർത്തിയില്ലാതെ പരസ്യ പ്രതികരണത്തിന് കമ്മീഷൻ നിർബന്ധിതമാക്കപ്പെടുകയായിരുന്നു. കാരണം മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസവും സാമൂഹ്യ സുരക്ഷിതത്വവും കേരള സമൂഹത്തിന് എക്കാലവും പകർന്നു നൽകിയത് കത്തോലിക്ക സഭയായിരുന്നു. അക്കാരണത്താൽ സഭയ്ക്ക് ആ രംഗത്തെ ഒരു അപജയവും ക്ഷമിക്കാനും അതിനോട് സമരസപ്പെടാനും കഴിയില്ല എന്നത് തന്നെയാണ്. സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്ന സ്കൂൾ കോളേജ് വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടന അംഗീകൃത നിയമന ബിൽ വരുത്തുന്ന അപകടം കേരളം മനസ്സു തുറന്ന് വിലയിരുത്തേണ്ടത് തന്നെയാണ്. അതിവേഗം സ്വന്തം തൊഴുത്തുകളിലേക്ക് ഒതുങ്ങുവാനുള്ള ത്വര കാട്ടുന്ന സമൂഹമായ മലയാളികൾ ചരിത്രത്തെ പഴങ്കഥയെന്ന പേരിൽ ചവിട്ടിത്തേക്കാൻ എന്നും വെമ്പൽ കൊള്ളുന്നുണ്ട്. സ്വന്തം കുടുംബത്തിൽ സംഭവിക്കുമ്പോൾ ഒഴികെ മറ്റെല്ലാ കാലവും മലയാളിക്ക് ദുരന്തങ്ങൾ കണ്ട് കേട്ട് പറഞ്ഞുവിടാനുള്ള അവസ്ഥ മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു പിച്ചാത്തിപ്പിടിയുടെ പോലും ആഴമില്ലാത്ത കുഞ്ഞു ശരീരങ്ങൾ തുളച്ച കുട്ടി രാഷ്ട്രീയത്തിന്റെ കടാര രാഷ്ട്രീയത്തിന് സ്കൂളുകളുടെ മതിലുകൾ പൊളിച്ചു കൊടുക്കുവാൻ സർക്കാർ ശ്രമിക്കുമ്പോഴും ആരും എതിരൊന്നും പറയാത്തത്. കേരളത്തിലെ കഴിഞ്ഞ 20 വർഷം മുൻപത്തെ ചരിത്രമൊന്ന് പരിശോധിക്കുക. ലോകത്തെന്ത് നടന്നാലും രാവിലെ 11 മണിക്ക് കലാപം ആരംഭിക്കുക കേരളത്തിലെ സ്കൂൾ കോളേജ് മുറ്റങ്ങളിലായിരുന്നു. സമരാഭാസങ്ങളുടെ വേലിയേറ്റത്തിൽ എത്ര പഠന ദിനങ്ങൾ മൂപ്പത്താതെ കൊഴിഞ്ഞുപോയി. കുട്ടി രാഷ്ട്രീയത്തിന്റെ പഠനക്കളരിയിൽ എത്ര പേരറിയാത്ത മുഖമില്ലാത്ത സൈമൺ ബ്രിട്ടോമാരും ബിംബിമാരും സെയ്താലിമാരും സൃഷ്ടിക്കപ്പെട്ടു. സർഗാത്മകതയുടെ സ്വർഗവസന്തം പൂവിടേണ്ട കലോത്സവങ്ങളും വേഗപ്പോരിന്റെ താരരാജാക്കന്മാരെ സൃഷ്ടിക്കേണ്ട കായികമേളകളും കൗമാര യൗവനയുക്തമായ ചോരക്കറവീണ കുതിർന്നപ്പോൾ നഷ്ടം ആർക്കായിരുന്നു? ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷകളുടെ തിരുനാളം അപ്പാടെ ചവിട്ടിക്കെടുത്തിയിട്ട് അവരുടെ കണ്ണുനീർ പുഴകളിൽ നിന്ന് സുരക്ഷിത ദൂരം പാലിച്ച് രാഷ്ട്രീയ നേതൃത്വം തൊണ്ടപൊട്ടി വിളിച്ച കൊലവിളി, ചോരച്ചാലുകൾ നീന്തിക്കേറിയ പ്രസ്ഥാനമെന്ന ചോരമണക്കുന്ന അട്ടഹാസം വീണ്ടും കേൾക്കാൻ കൊതിയാവുന്നത് ആർക്കാണ്? ഞാൻ ഈ കോളേജിൽ പ്രീ ഡിഗ്രി പഠിക്കുമ്പോൾ സൈക്കിളിൽ വന്ന് ആമ്പക്കാടൻ ജംഗ്ഷനാകുമ്പോൾ മിക്ക ദിവസവും തിരിച്ചു പോകാൻ പറ്റും. ഗേറ്റിൻ്റെ അവിടെ ആളുണ്ടെങ്കിൽ, ആൾ കൂടിയിട്ടുണ്ടെങ്കിൽ സമരം പിന്നെ ഇങ്ങോട്ട് നോക്കേണ്ട കാര്യം പോലുമില്ല. 4 പിള്ളേർ കൂടി ഗേറ്റ് ലോക്ക് ചെയ്ത് പാർട്ടിയുടെ കൊടിയും വെച്ച് കഴിഞ്ഞാൽ പിന്നെ അന്ന് കോളേജില്ല. എനിക്ക് തോന്നുന്നു 50 ദിവസം പോലും കോളേജിൽ ഞാൻ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്നലെ ഞാൻ ഈ കോളേജിൽ മാനേജർ എന്ന നിലയിൽ ഇവിടെ ഒരു പരിപാടിക്ക് പങ്കെടുക്കാൻ വന്നപ്പോൾ ഇവിടെ യൂത്ത് ഫെസ്റ്റിവലിന് കുട്ടികൾ കോളേജിൻ്റെ ഫ്രീ ടൈമിൽ നമ്മളുടെ ഗാന്ധി സ്മാരക സ്ക്വയറിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ടായിരുന്നു. പല ബാച്ചുകളിൽപ്പെട്ടവർ അവിടെ പരിപാടികൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ ഒന്നും രാഷ്ട്രീയമില്ലായിരുന്നു. അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. അവരവരുടെ കലകളും അവരുടെ അഭിപ്രായങ്ങളുമൊക്കെ തുറന്ന് പ്രകടിപ്പിക്കുന്നൊരു വേദി ഗാന്ധിജിയുടെ തണലിൽ തന്നെയാണ്.
അങ്ങനെയുള്ള ഒരു സ്വാതന്ത്ര്യം, അങ്ങനെയുള്ളൊരു രാഷ്ട്രീയം, അഭിപ്രായങ്ങളും നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ നിലപാടുകളെക്കുറിച്ചും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഇടം നമ്മുടെ കോളേജുകളിൽ ഉള്ളപ്പോൾ ഇവരെല്ലാവരും ചോദിച്ച ചോദ്യം, പിന്നെ എന്തിന് ഈ ഒരു ഓർഡിനൻസ്, ഈ ഒരു ചിന്ത? രാഷ്ട്രീയം പാർട്ടി രാഷ്ട്രീയമാക്കാനും നമ്മളുടെ അധ്യാപകരുടെയും ഗുരുക്കന്മാരുടെയും ഒക്കെ മുമ്പിൽ പ്രഹസനങ്ങളായിട്ട് തീരുവാനും നമ്മുടെ കുട്ടികളുടെ മാർക്ക് കൊടുക്കുന്നതിൽ വരെ രാഷ്ട്രീയ സ്വാധീനം പ്രകടിപ്പിക്കുവാനുമുള്ള ഇടവഴികൾ പിൻവാതിലിലൂടെ കയറിപ്പറ്റുവാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മളുടെ സർക്കാരിൻ്റെ ഈ ഒരു പരിശ്രമത്തെ ഏതു വിധേനയും എതിർക്കുമെന്ന് കക്ഷി രാഷ്ട്രീയ മതജാതി ഭേദമന്യേ എല്ലാവരും പ്രഖ്യാപിക്കുന്നതിൻ്റെ ഒരു തുടക്കമായിട്ട് ഈ ചർച്ചകൾ തീരട്ടെ. കഴിഞ്ഞ 25 വർഷത്തിനിടെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനത്തിൽ വന്ന വ്യത്യാസം മാത്രം ശരിയായ നിലയിൽ പരിശോധിച്ചാൽ ഇന്നത്തെ ബില്ലിന് പിന്നിലെ ചേതോവികാരം മനസ്സിലാക്കാൻ കഴിയും. രാഷ്ട്രീയ പാർട്ടികൾക്ക് ഏറ്റെടുത്ത് നടത്തി വിജയിപ്പിക്കാൻ കഴിയുന്ന സമരങ്ങൾ ഇന്ന് ഇല്ലാതായിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് പോലും ഇന്ന് ആളുകൾ ഇല്ല. ഇതിനെല്ലാം മുൻകാലങ്ങളിൽ ഇന്ധനം നിർബാധം നൽകിയിരുന്നത് സ്കൂളുകളും കോളേജുകളുമായിരുന്നു. അവിടെയാണ് ഈ നിയമത്തിൻ്റെ ഗുണഭോക്താക്കൾ ആരെന്ന ചോദ്യത്തിൻ്റെ പ്രസക്തിയും. എന്തിനാണ് ധൃതി പിടിച്ച് ഒരു ബില്ല് നിയമസഭയിൽ കൊണ്ടുവന്ന് പാസ്സാക്കുന്നത്? ആർക്കു വേണ്ടിയാണ്? എന്തിനു വേണ്ടിയാണ്? അതിൻ്റെ ഗുണമാർക്കാണ്? കേരളത്തിലെ ഒരമ്മമാരും അല്ലെങ്കിൽ അച്ഛന്മാരായിട്ടുള്ളവർ, അമ്മമാരായിട്ടുള്ളവരാരും ഇതിനെ സ്വാഗതം ചെയ്യുമെന്ന് എനിക്ക് വിശ്വാസമില്ല. കാരണം ചരിത്രം അതാണ് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ പറഞ്ഞു വന്ന ചില വിഷയങ്ങൾ, NAS കോളേജ് കാഞ്ഞങ്ങാട് അതിൻ്റെ പ്രിൻസിപ്പളായിരുന്ന പുഷ്പജ ടീച്ചറിനെ ജീവിച്ചിരിക്കുമ്പോൾ ശവസംസ്കാരം നടത്തിയ ഒരു ചരിത്രവും, എറണാകുളം മഹാരാജാസ് കോളേജിൻ്റെ പ്രിൻസിപ്പളിൻ്റെ കസേര കത്തിച്ച സംഭവവും, അടുത്ത കാലത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ നടന്ന സംഭവങ്ങളുമെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ആ പുഷ്പജ ടീച്ചർ ഇന്ന് കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദിയുടെ വനിതാ വിഭാഗത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷയാണ്. സമാധാനം ആഗ്രഹിക്കുന്ന ഒരു അധ്യാപികയാണ്. ഗാന്ധിയൻ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാന ചെയർമാൻ എന്ന നിലയിൽ ഞാൻ അവരെ വളരെയധികം ശ്രദ്ധിച്ചു നോക്കിക്കാണുന്ന ഒരു വ്യക്തിയാണ്. സമാധാനം ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു ചിന്ത ഈ കോളേജുകളിൽ അല്ലെങ്കിൽ സ്കൂളുകളിൽ ഇത്രമാത്രമുള്ള ഒരു ഒരു ഹിഡൻ അജണ്ടയോടുകൂടിയുള്ള ഒരു രാഷ്ട്രീയ പ്രവേശനത്തിനുള്ള കവാടം തുറക്കുന്ന പദ്ധതി അതെന്തിനാണ് എന്നുള്ളത്. സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അതിനാൽ തന്നെ അഭിമുഖീകരിക്കുന്ന കെടുകാര്യസ്ഥതയുടെയും സ്വജനപക്ഷപാതത്തിന്റെയും രാഷ്ട്രീയ അതിപ്രസരത്തിന്റെയും ചീഞ്ഞളിഞ്ഞ കാഴ്ചകളും കേൾവികളും മാർക്ക് ദാനം അടക്കമുള്ള പ്രശ്നങ്ങളിലൂടെ മലയാളിയുടെ വിദ്യാഭ്യാസ മേഖലയുടെ പരിസരങ്ങളെ അലോസരപ്പെടുത്താൻ തുടങ്ങിയിട്ട് നാളുകൾ കുറച്ചായി. PSC പരീക്ഷയിൽ പോലും റാങ്ക് ലിസ്റ്റ് തീരുമാനിക്കുന്നത് രാഷ്ട്രീയ പ്രവർത്തന നിലപാട് തറയുടെ ബലത്തിനനുസരിച്ച് മാത്രമായി. ഇത്തരം അവസ്ഥയെ 10 മടങ്ങ് ശക്തിപ്പെടുത്താനാകും ഇത്തരം അനാരോഗ്യപരമായ ബില്ലുകൾ ഇടയാക്കുക. മാർക്ക് ദാനവും നിരന്തര നിരീക്ഷണവും നിലവാരമളക്കുന്ന കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ പരിസരങ്ങൾ നിലവാരത്തകർച്ചയുടെ ഇടങ്ങളായി മാറിക്കഴിഞ്ഞു. പക്ഷേ അജണ്ടകൾ പുലർത്തുന്ന കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭീകരത അതിൻ്റെ നഖങ്ങൾ വീണ്ടും വിദ്യാർത്ഥികളുടെ പരിസരങ്ങളിലേക്ക് തന്നെ ആഴ്ത്തുകയാണ്. നമ്മുടെ വിദ്യാഭ്യാസ മേഖല പൊതുവെ എടുത്ത് പരിശോധിച്ചാൽ 100% റിസൾട്ട് ഉണ്ടാക്കുവാൻ വേണ്ടി ഒരുപക്ഷെ സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെ അധ്യാപകരും രാവും പകലും പണിയെടുത്ത് 100% റിസൾട്ട് ഉണ്ടാക്കുന്നുണ്ട്. അവരെ മാറ്റി നിർത്തിയിട്ടാണ് ഞാൻ പറയുന്നത്. ആ വിഭാഗത്തെ മാറ്റി നിർത്തി ചിന്തിച്ചാൽ അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ പോലും അറിയാൻ പാടില്ലാത്തവർ, ഇംഗ്ലീഷിൻ്റെ കൃത്യമായ ബേസിക് ആയിട്ടുള്ള ഗ്രാമർ പോലും അറിയാത്ത കുട്ടികളിൽ നിന്ന് 100% ജയിച്ച് എയ്ഡഡ് സ്കൂളുകളിൽ നിന്നും ഗവൺമെൻറ് സ്കൂളുകളിൽ നിന്നും പുറത്തേക്ക് വരേണ്ട ഒരു സാഹചര്യം സംജാതമാക്കുമ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം എവിടെ നിൽക്കുന്നു? എന്തിനു വേണ്ടിയായിരുന്നു ആ 100%? 85, 90, 95, 100 ആക്കണമെന്ന് എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് എന്തിനു വേണ്ടിയായിരുന്നു?
വിദ്യാഭ്യാസത്തിന്റെ ക്വാളിറ്റി കൂടിയോ? ഇല്ല, ക്വാളിറ്റി കുറഞ്ഞു. വിദ്യാഭ്യാസ മേഖലയുടെ ക്വാളിറ്റി കുറഞ്ഞു. അപ്പോൾ ഇതേപോലെയുള്ള പരിഷ്കാരങ്ങൾ കൊണ്ടുവരുമ്പോൾ അടുത്തിടയ്ക്ക് ഖാദർ കമ്മീഷൻ റിപ്പോർട്ട് അത് നിയമസഭയിൽ കൊണ്ടുവന്നു. അത് ഖാദർ കമ്മീഷൻ റിപ്പോർട്ട് 2 ഭാഗമാണ്. അതിലെ ആദ്യത്തെ ഭാഗം KCBCയുമായി ബന്ധപ്പെട്ട് അതിനെക്കുറിച്ച് ഞാൻ ചർച്ച നടത്തിയ ആളാണ്. UDF നിയോഗിച്ച ഖാദർ കമ്മീഷൻ റിപ്പോർട്ട് പഠിച്ച് അതിനെ പ്രതിവിധി നിർദ്ദേശിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഏൽപ്പിച്ച കമ്മിറ്റിയുടെ ചെയർമാനാണ് ഞാൻ. 5 അംഗ കമ്മിറ്റി അത് പഠിച്ച് അതിൻ്റെ റിപ്പോർട്ടാക്കി ഉടൻ തന്നെ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. എന്തിനായിരുന്നു അത്? അവിടെയുമുണ്ട് ഒരു ഹിഡൻ അജണ്ട. അതായത് സാധാരണയുള്ള പ്രൈമറി അധ്യാപകര് മുതലുള്ളവരുടെ പ്രൊമോഷൻ നഷ്ടപ്പെടുത്തുകയും 1200-ലധികം പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്ത് അത് അനധ്യാപിക വിഭാഗത്തിൽ വന്ന് അഡ്മിനിസ്ട്രേഷൻ ഭാഗത്ത് കടന്നുകൂടുവാനും തങ്ങളിൽപ്പെട്ടവരെ, തങ്ങൾ ആഗ്രഹിക്കുന്നവരെ അവിടെ നിയോഗിക്കുവാനുമുള്ള ഒരു ഹിഡൻ അജണ്ട അതിൻ്റെ പുറകിലുമുണ്ടായിരുന്നു. അതും ഇപ്പോൾ സാധാരണ രീതിയിൽ ക്വാളിറ്റേറ്റീവായിട്ട് അനലൈസ് ചെയ്യേണ്ട കാര്യമാണ്. 2ാം ഭാഗം അത് പറഞ്ഞിട്ടില്ല. ലോകത്താദ്യമായിട്ടാണ് ഒരു കമ്മീഷൻ റിപ്പോർട്ട് 2 ഭാഗങ്ങളായി പ്രസിദ്ധീകരിക്കുന്നത്. അഡ്മിനിസ്ട്രേഷനെ സംബന്ധിച്ചുള്ള ഭാഗമാണ് 1ാം ഭാഗത്ത് വന്നത്. 2ാം ഭാഗം അതിൻ്റെ അക്കാദമിക വിഷയങ്ങളെക്കുറിച്ച് ഇപ്പോഴും അജ്ഞാതമായിരിക്കുന്ന ഒരു സാഹചര്യം. ആർക്ക് വേണ്ടിയായിരുന്നു? എന്തിനു വേണ്ടിയായിരുന്നു? യുനെസ്കോ പറയുന്ന 4 പോയിന്റ്സ് ഉണ്ട് വിദ്യാഭ്യാസത്തിന്. 4 പില്ലേഴ്സ് ആണുള്ളത്. ലേണിംഗ് ടു നോ, അറിയുവാൻ വേണ്ടി. ലേണിംഗ് ടു ഡു, കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി. ലേണിംഗ് ടു ബി, എന്താകണമോ അതാകുവാൻ വേണ്ടി. അവസാനം പറയുന്നു ലേണിംഗ് ടു ലീവ് ടുഗദർ. ലേണിംഗ് ടു ലീവ് ടുഗദർ, ഒരുമിച്ച് ജീവിക്കുവാനും പഠിക്കുക എന്ന ഒരു അന്തരീക്ഷത്തിൽ വിദ്യാഭ്യാസത്തെ കാണുമ്പോൾ കക്ഷി രാഷ്ട്രീയങ്ങൾ കൊണ്ട് വിഘടിച്ച് നിൽക്കുന്ന ഒരു സദസ്സിനെ, കുട്ടികളുടേതായ വ്യത്യസ്തമായ രീതിയിൽ പ്രവർത്തിക്കുന്നവരെ ഈ സമൂഹത്തിന് തൽക്കാലം ആവശ്യമുണ്ടോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. നിലവാരമുയർത്തേണ്ട രംഗങ്ങൾ നിരവധിയാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലടക്കം ഉടച്ചുവാർക്കലുകൾക്ക് സമയം വൈകിയിരിക്കുന്നു. നൂതനമായ കോഴ്സുകൾ ആവിഷ്കരിക്കാനോ ആധുനികതയുടെ വെല്ലുവിളികളെ അതിജീവിക്കാനോ അക്കാദമിക് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പോലും ഇന്ന് സമയമില്ല, അല്ലെങ്കിൽ അവർക്ക് താല്പര്യമില്ല. എന്നാൽ ഏത് രംഗത്തും ആധിപത്യം ഉറപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തും ആയുധമാണ്. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് എന്ത് രാഷ്ട്രീയ ചേരികൾ എന്ന ചോദ്യം ഉയരുന്നതും ഇവിടെയാണ്. എനിക്കും എൻ്റെതായ രാഷ്ട്രീയമുള്ള ആളാണ്, ഇല്ലാത്തയാളൊന്നുമില്ല. പക്ഷേ സ്കൂളുകളിൽ ഒരു കാരണവശാലും വിദ്യാർത്ഥി രാഷ്ട്രീയം അനുവദിക്കാൻ പാടില്ല എന്ന കാര്യത്തിൽ പൂർണ്ണമായി ഞാൻ യോജിക്കുകയാണ്. കോളേജുകളിൽ രാഷ്ട്രീയമുണ്ടല്ലോ. ഈ ഇലക്ഷനൊക്കെ നടക്കുമ്പം പിതാവുമായിട്ടൊക്കെ സംസാരിച്ചു, പലരുമായിട്ട് സംസാരിച്ചു. അവർക്കൊക്കെ അവരുടേതായ ഹിഡൻ അജണ്ടകളുണ്ട്. ഒരു ക്ലാസ് റെപ്രസെൻറ്റേറ്റീവ് എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുന്നത് പോലും രാഷ്ട്രീയം വെച്ചുകൊണ്ടൊക്കെ തന്നെയാണ്. പക്ഷെ പ്രത്യക്ഷമായിട്ട് പാർട്ടിയുടെ പേര് പറഞ്ഞ് രംഗത്തിറങ്ങി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അലങ്കോലപ്പെടുത്താനുള്ള സാഹചര്യം ഇല്ല എന്നത് മാത്രമേ ഉള്ളൂ. ഇവിടെയൊക്കെ ജനാധിപത്യം ഇല്ല എന്ന് ആര് പറഞ്ഞു? ജനാധിപത്യ ധംസനം ഇവിടെയൊക്കെ നടക്കുന്നില്ല. ജനാധിപത്യമുണ്ട്. പിന്നെ എന്തിനു വേണ്ടിയാണ്? സ്കൂൾ തലങ്ങളിലേക്ക് ആദ്യം വരിക, എയ്ഡഡ് സ്കൂളുകളിലേക്കും ഗവൺമെന്റ് സ്കൂളുകളിലേക്കും ഇത് കൊണ്ടുവരിക, അതിനുശേഷം CBSE സ്കൂളുകളിലേക്ക് ഇത് കൊണ്ടുവരിക. അങ്ങനെ വിദ്യാഭ്യാസ മേഖലയിൽ മുഴുവൻ ആധിപത്യം സ്ഥാപിക്കാനുള്ള തെറ്റായ നടപടികൾ ഒരു കാലഘട്ടത്തിൽ പാഠപുസ്തകങ്ങളിൽ വരും പോലും വേണ്ടാത്ത കാര്യങ്ങൾ എഴുതി ചേർക്കുവാൻ ശ്രമിച്ചവരാണവർ. ഇന്ന് അത് നടക്കില്ല എന്ന് കാണുമ്പോൾ വിദ്യാർത്ഥികളിലേക്ക് ഒരു സാംസ്കാരികപരമായ ഒരു എന്തെങ്കിലും അവരിലേക്ക് എത്തിക്കുവാനുള്ള ഒരു യജ്ഞത്തിനോടൊപ്പം അതിനപ്പുറം നിന്നുകൊണ്ട് വികലമായ രാഷ്ട്രീയ സങ്കല്പങ്ങളെ, പ്രായപൂർത്തിയാകാത്ത കുഞ്ഞുങ്ങളാണവർ, 17 വയസ്സ് വരെയുള്ളവർ, അവരെ എങ്ങനെ രാഷ്ട്രീയമായി ചേർതിരിച്ചു നിർത്താൻ കഴിയും? ഇവരുടെയൊക്കെ മക്കൾ പഠിക്കുന്ന വലിയ സ്കൂളുകളിലാണ്. ഒരു സഖാവിൻ്റെ ഭാര്യ ഇന്ന് രാവിലെ ഞാൻ സംസാരിച്ചപ്പോൾ എന്നോട്, ഞാൻ എറണാകുളത്ത് നിന്ന് പോരുന്നതിന് മുമ്പ് കണ്ട ഒരു സുഹൃത്താണ്. അപ്പം ആ സഖാവിൻ്റെ ഭാര്യ സഖാവിനോട് പറഞ്ഞു പോലും, നമുക്ക് 1 വർഷം കൂടെ കഴിഞ്ഞിട്ട് ഇത് പോരായിരുന്നോ, നമ്മുടെ കുട്ടി പഠിക്കുന്നില്ലേ സ്കൂളിൽ? ഒന്ന് ആലോചിച്ച് നോക്കുക. തൻ്റെ കുട്ടി പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നശിപ്പിക്കാം, പിന്നെ ഇല്ലല്ലോ, കുഴപ്പമില്ലല്ലോ. ഇങ്ങനെ സങ്കുചിതമായി ചിന്തിക്കുന്ന ഒരു വിഭാഗം ഇതിൻ്റെ പുറകിൽ ഉണ്ട് എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല. അത് കോൺഗ്രസ് തെറ്റ് ചെയ്താലും, കമ്മ്യൂണിസ്റ്റുകാർ തെറ്റ് ചെയ്താലും, BJPക്കാർ തെറ്റ് ചെയ്താലും ഈ ബില്ല് ഇവരാണ് കൊണ്ടുവരുന്നതെങ്കിലും അതിനെ എതിർക്കുന്ന ഒരു മനസ്സെനിക്കുണ്ട്. അതാണ് എൻ്റെ രാഷ്ട്രീയം. എനിക്ക് എൻ്റെ പൊളിറ്റിക്കൽ സിനാരിയോയിൽ എൻ്റെ ചിന്തയുണ്ട്. പക്ഷേ ഒരു സമൂഹം നശിക്കാൻ പാടില്ല, പാവപ്പെട്ട കുഞ്ഞുങ്ങളെ ബലിയാടുകളാക്കാൻ പാടില്ല. എത്രയോ നമ്മൾ കണ്ടു പഴയ കാലഘട്ടത്തിലൊക്കെ.
ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരു സ്കൂളിൽ നിന്ന് സമരം നടത്തി അവിടെ നിന്ന് കുറച്ച് കുട്ടികൾ അടുത്ത സ്കൂളിലേക്ക് വന്ന് മുദ്രാവാക്യം വിളിച്ച് ആ സ്കൂള് വിടിയിക്കുക. അതായിരുന്നു അന്നത്തെ പരിപാടി. ക്ലാസ് ഒന്നും നടക്കരുത്. അന്ന് ഈ പറഞ്ഞ അച്ഛനും അമ്മയും ഒക്കെ പാടത്ത് പണിയെടുക്കുന്നവരും അല്ലെങ്കിൽ കൃഷിക്കാരായിട്ടുള്ളവും മറ്റു പല തൊഴിലൊന്നുമില്ലാത്ത അവരിത് ശ്രദ്ധിക്കാറില്ല. അതിൻ്റെ അനന്തര ഫലം ഒരു കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ മേഖല അഭിമുഖീകരിച്ചതാണ്. അതിൽ നിന്നൊക്കെ ഒരു മാറ്റം. പാഠം പഠിച്ചുകൊണ്ടാണ് സ്കൂളുകളിൽ ഇത് വേണ്ട എന്ന് തീരുമാനിച്ചത്. അത് വീണ്ടും തിരിച്ചു കൊണ്ടുവരണോ? നമ്മുടെ കുഞ്ഞു കുരുന്നുകൾ ബലിയാടുകളാകണോ? ഈ ചോദ്യത്തിന്റെ ഒരു ഉത്തരം ഞാനും നിങ്ങളും കണ്ടെത്തുമെന്നാണ് എൻ്റെ വിശ്വാസം. വിദ്യാർത്ഥി രാഷ്ട്രീയം നിയമമാക്കി കൊണ്ടുവരിക മാത്രമല്ല, അത് നടപ്പാക്കപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്തുക കൂടി ചെയ്യേണ്ടത് തങ്ങളുടെ ഉത്തരവാദിത്വമാണെന്ന് സർക്കാർ കരുതുന്നു. അതിനുള്ള വഴികൾ കൂടി ശരിയായ ദിശയിലാണെന്ന് ഉറപ്പുവരുത്തിയിട്ടേ തങ്ങൾ വിശ്രമിക്കുന്നുവെന്ന് ബില്ലിന്റെ അണിയറ പ്രവർത്തകർ പറയുന്നു. കഠാര രാഷ്ട്രീയത്തിൻ്റെയും കുട്ടി രാഷ്ട്രീയത്തിൻ്റെയും കൂത്തമ്പലങ്ങളായി കലാലയങ്ങൾ വീണ്ടും ജനിക്കുമ്പോൾ നിശബ്ദരായ തോൽപ്പാവകളായി അധ്യാപകർ മാറും. ഇത് പുതിയ ബിൽ ഉറപ്പുവരുത്തുന്നുണ്ട്. ഇവിടെ നിരന്തര നിരീക്ഷണത്തിന് വിധേയരാകുന്നത് അധ്യാപകർ മാത്രമാണ്. അവർ പഠിപ്പിക്കുന്നുണ്ടെന്നല്ല, മറിച്ച് ഒരു വിദ്യാർത്ഥിയുടെ പോലും സംഘടനാ പ്രവർത്തനത്തിന് തടസ്സം വരുത്തുന്നില്ലെന്ന് ഉറപ്പുവരുത്താൻ അധ്യാപകർ രാവും പകലും ജാഗ്രതയോടെ കാത്തിരിക്കേണ്ടി വരും. ജാഗ്രതക്കുറവിന് ഓരോ അധ്യാപകനും വില നൽകേണ്ടി വരും, കനത്ത വില. ഒന്ന്, വിദ്യാർത്ഥി സംഘടനകൾക്ക് രജിസ്ട്രേഷൻ അനുവദിക്കും. ഇങ്ങനെ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന വിദ്യാർത്ഥി സംഘടനകൾക്ക് സംസ്ഥാനത്തെ ഏതൊരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പ്രവർത്തിക്കാനുള്ള അനുവാദവും സ്വാതന്ത്ര്യവും ഉണ്ടായിരിക്കും. അതാണ് അതിൻ്റെ ഒന്നാമത്തെ കാര്യം. ഇന്നിപ്പോൾ രജിസ്ട്രേഷൻ ഇല്ല. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും കാലം ഞാൻ പ്രിൻസിപ്പലായിരുന്നു. ഇതുവരെ ഒരു വിദ്യാർത്ഥിയോട് പോലും ഒരു സംഘടനാ ഭാരവാഹി അല്ലെങ്കിൽ പ്രതിനിധി എന്ന നിലയിൽ നമ്മളവർ അംഗീകരിച്ചിട്ടില്ല. ഒരു ചർച്ച നടത്തിയിട്ടില്ല, അംഗീകരിച്ചിട്ടില്ല. ഒരു കോളേജ് മാനേജ്മെൻറ്റുകളും അംഗീകരിക്കാറില്ല. ഇപ്പോൾ പറയുന്നു, സംസ്ഥാനത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥി സംഘടനകൾക്ക് സംസ്ഥാനത്തെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നിർബാധം പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടാകും. അതാണ് ഇതിന് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, വിദ്യാഭ്യാസ രംഗത്ത് വിദ്യാർത്ഥികളുടെ പരാതികൾ പരിഹരിക്കാനായി സംസ്ഥാന തലത്തിൽ ഒരു അഡ്ജുഡിക്കേഷൻ, ഒരു അതോറിറ്റി കൊണ്ടുവരാൻ പോകുന്നു. ഒരു റിട്ടയേർഡ് ജഡ്ജ്, റിട്ടയേർഡ് വൈസ് ചാൻസലർ, ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്നിവർ അടങ്ങിയ ഒരു സമിതിയാണ് ഇനി ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. ഒരു പരാതിയുടെ മേൽ 10 ലക്ഷം രൂപ വരെ പിഴ ചുമത്താനുള്ള അധികാരം ഈ അതോറിറ്റിക്കുണ്ടാവും. അപ്പോൾ അർദ്ധ ജുഡീഷ്യൽ സമിതിയാണ് വരാൻ പോകുന്നത്. കേരളത്തിലെ സർവകലാശാലകളിൽ ഇപ്പോൾ തന്നെ ബോർഡ് ഓഫ് സ്റ്റുഡൻറ് അഡ്ജുഡിക്കേഷൻ എന്ന് പറയുന്ന സംവിധാനമുണ്ട്. സർവകലാശാല സ്വയംഭരണം കാറ്റിൽ പറത്തിക്കൊണ്ട് നിലവിലുള്ള സർവകലാശാലയുടെ ഈ കാര്യങ്ങൾ എടുത്തു കളഞ്ഞുകൊണ്ട് ഒരു പ്രത്യേക അതോറിറ്റി വരാൻ പോവുകയാണ് വിദ്യാർത്ഥി പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട്. ഈ 2 കാര്യങ്ങളാണ് ഈ ബില്ലിൽ കാര്യമായിട്ടുള്ളത്. ആദ്യം മുതൽ നമ്മൾ പറഞ്ഞു വരുന്നത് ഒറ്റ കാര്യമുള്ളൂ, സർക്കാർ പൂർണ്ണമായും പിന്മാറണം. ഇതിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. ഇത്തരത്തിലുള്ള ബില്ല് എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ച് ഒരിക്കലും ആവശ്യമുള്ളതല്ല, തികച്ചും അസമയത്തുള്ളതാണ്, അനാവശ്യമാണ്. അതുകൊണ്ട് കേരളത്തിൽ ഇന്ന് വരെ കൈവരിച്ച മുഴുവൻ വിദ്യാഭ്യാസ നേട്ടങ്ങളെയും പുറകോട്ടടിക്കുന്ന ഈ ബില്ലിൽ നിന്ന് സംസ്ഥാന സർക്കാർ പിൻവാങ്ങണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും ഇന്നലെ നിവേദനം ഞാൻ സമർപ്പിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഇന്നുയരുന്ന വലിയ മുറവിളിയാണ് അരാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്ന ക്യാമ്പസുകൾ എന്നത്. രാഷ്ട്രീയ കക്ഷികൾ പടിയിറങ്ങിയപ്പോൾ മൗലികവാദവും തീവ്രവാദവും ക്യാമ്പസുകൾ കീഴടക്കിയെന്ന വിലാപം ഉയരുന്നുണ്ട്. എന്നാൽ അത്തരം അവസ്ഥകൾക്ക് ആദ്യം സമാധാനം പറയേണ്ടത് വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടനകൾ തന്നെയാണ്. ഏതെങ്കിലും കോളേജ് ഇലക്ഷൻ നടക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം, അതിൻ്റെ കുറ്റം വാസ്തുത ആർക്കാണ്? വിദ്യാർത്ഥി സംഘടനകൾക്ക് മാത്രമാണ്. കാരണം ഇലക്ഷൻ നടത്താതിരിക്കാൻ, തങ്ങൾക്ക് അനുകൂലമല്ലാത്ത രീതിയിൽ ഇലക്ഷൻ വരുമെന്ന് കണ്ടാൽ നോമിനേഷൻ കൊടുക്കുന്ന ദിവസവും നോമിനേഷൻ സ്വീകരിക്കുന്ന ദിവസവും സ്ക്രൂട്ടിനി സമയത്തും മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഇലക്ഷൻ മാറ്റിവെപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് സംഘടനകൾ കലാലയങ്ങൾ സൃഷ്ടിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് കേരളത്തിൽ ഇലക്ഷൻ നടക്കാതെ പോയിട്ടുള്ളത്. ഒരുപാട് സെൽഫ് ഫിനാൻസിങ് കോളേജ് ഇലക്ഷൻ നടന്നിട്ടില്ല. എന്താണ് കാരണം? ഇലക്ഷൻ്റെ ദിവസം പ്രശ്നമുണ്ടാക്കുകയും ഇലക്ഷൻ മാറ്റിവെക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യും. സ്വാഭാവികമായും ഇലക്ഷൻ നടക്കില്ല. അപ്പോൾ നിയമം ഉണ്ടാക്കിയത് മാത്രം കാര്യമില്ല. നിയമം
നടപ്പിലാക്കാനുള്ള സാഹചര്യം കൂടി നമുക്ക് വേണം എന്നുള്ളതാണ്. അപ്പോൾ എവിടെയെങ്കിലും ഇലക്ഷൻ നടക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അതിന് പൂർണ്ണമായ ഉത്തരവാദിത്വം വിദ്യാർത്ഥി സംഘടനകൾക്ക് മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് കേരളത്തിൽ ഇന്നുള്ള മെയിൻ പ്രശ്നം, പ്രധാനപ്പെട്ട പ്രശ്നം ഇതാണ്. വിദ്യാർത്ഥികൾക്ക് സംഘടനാ സ്വാതന്ത്ര്യമില്ലാത്തതാണ് പ്രധാനപ്പെട്ട പ്രശ്നം എന്ന രീതിയിലുള്ളൊരു പ്രചരണം അതിലേക്ക് ഗവൺമെൻറ് വരികയാണ്. വാസ്തവത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇവിടെ ഉള്ളത്? ഈ കഴിഞ്ഞ 3-4 വർഷമായി ഇതുവരെ ഈ സർക്കാർ ഈ കോളേജ് മാനേജ്മെൻറ്റുമായി ഒരു ചർച്ച പോലും നടത്തിയിട്ടില്ല. എനിക്ക് വലിയ വേദനയുണ്ട്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് എത്ര തവണയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറും അതുപോലെ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുൾ റബ്ബ് സാറിൻ്റെ ഒക്കെ വീട്ടിലും ഓഫീസിലും എത്ര തവണയാണ് ഞങ്ങൾ പോയി ചർച്ച ചെയ്തിട്ടുള്ളത്? ഔദ്യോഗികമായി വിളിക്കുകയും അല്ലാതെയും ഞങ്ങൾ പോയിട്ടുണ്ട് ചർച്ച ചെയ്യാനായിട്ട്. പക്ഷേ ഈ സർക്കാർ വന്ന ഒരു ചർച്ച പോലും കേരളത്തിലെ മാനേജ്മെൻറ്റുകളുമായി പ്രിൻസിപ്പൽമാരുമായി ഒരു ചർച്ച പോലും ഈ സർക്കാർ നടത്തിയിട്ടില്ല, ഒരു തവണ പോലും. എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്? 2012 അനുവദിച്ച 13 കോഴ്സുകൾക്ക് ഇതുവരെ പോസ്റ്റ് തന്നിട്ടില്ല. 2012-13 വർഷം 242 കോളേജ് പോസ്റ്റ് അനുവദിച്ചു, ഒരു പോസ്റ്റ് തന്നിട്ടില്ല. അനധ്യാപകരുടെ പ്രശ്നങ്ങൾ അവിടെ പരിഹരിക്കാതെ കിടക്കുകയാണ്. നേരത്തെ ഉള്ള പല കാര്യങ്ങളും ഈ സർക്കാർ നിർത്തലാക്കി. അസാപ്പ് എന്ന പദ്ധതി അത് ദുർബലപ്പെടുത്തി. നേരത്തെ ത്രിവാര പദ്ധതി എന്ന് പറഞ്ഞ ത്രിവാര ക്യാമ്പ്, കുട്ടികൾക്കുള്ള സ്പെഷ്യൽ ക്യാമ്പ്, അത് നിർത്തലാക്കി. അതുപോലെ തന്നെ അധ്യാപകർക്കുള്ള പല പ്രോഗ്രാംസും നിർത്തലാക്കി. SSP, അതിപ്പോൾ വാക്ക് വിത്ത് സ്കോളർ തുടങ്ങിയ പദ്ധതിയൊക്കെ പേരിന് മാത്രം, പൈസ കൊടുക്കുന്നില്ല. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഗുണമേന്മ വർദ്ധിപ്പിക്കാനായി കൊണ്ടുവന്ന മുഴുവൻ പദ്ധതികളും ദുർബലപ്പെടുത്തുകയും യാതൊന്നും ചെയ്യാതിരിക്കുകയും എന്നിട്ട് വിദ്യാഭ്യാസ മേഖല ഏറ്റവും വലിയ പ്രശ്നം ഇതാണ് എന്ന രീതിയിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്ന സമീപനമാണിത്. വലിയ ദുഃഖമുണ്ട്. കാരണം ഇത്രയും കാലമായിട്ട് ഒരു തവണ പോലും ഒരു ചർച്ചയ്ക്ക് വിളിച്ച് എന്താണ് നിങ്ങളെ പ്രശ്നങ്ങൾ, നമുക്കൊന്ന് ചർച്ച ചെയ്യാം, ഏതെങ്കിലും മുന്നോട്ട് പോകണം എന്ന രീതിയിൽ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയോ മുഖ്യമന്ത്രിയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടുണ്ട്, അങ്ങോട്ട് പോയി ഞങ്ങൾ കണ്ടിട്ടുണ്ട്, നിവേദനം കൊടുത്തിട്ടുണ്ട്. അതല്ലല്ലോ, ഒരു സർക്കാർ നിവേദനം കൊടുത്തു കഴിഞ്ഞാൽ ആ മേഖലയെ എല്ലാവരും ഒരുമിച്ച് വിളിക്കണ്ടേ? അത് വിളിച്ചിട്ടില്ല, ഇതുവരെ വിളിച്ചിട്ടില്ല. കത്തോലിക്ക സഭയുടെ ഉത്കണ്ഠ അവിടെയാണ്. അരക്ഷിതാവസ്ഥയിലേക്ക് ഒരു സമൂഹത്തെ എറിയാൻ സഭയ്ക്ക് കഴിയില്ല. ഈ സാഹചര്യം ആവശ്യപ്പെടുന്ന പ്രവാചക ധീരത സഭയ്ക്ക് നിറവേറ്റിയേ മതിയാകൂ. To legalize student activities, student union activities in schools and colleges എന്ന് പറയുന്ന പുതിയ ബില്ലിൻ്റെ ആ പ്രപ്പോസല് എത്രമാത്രം നമ്മുടെ കലാലയങ്ങളെ, കോളേജുകളെ, സ്കൂളുകളെ നശിപ്പിക്കും എന്ന് മനസ്സിലാക്കാൻ. തട്ടിൽ പിതാവ് 2008 മുതൽ 2012 വരെ ഈ കോളേജിന്റെ മാനേജറായിരുന്ന അവസരത്തിൽ ഓരോ വർഷവും ഈ സെന്റ് തോമസ് കോളേജിൽ, നമ്മളായിരിക്കുന്ന ഈ സെന്റ് തോമസ് കോളേജിൽ എത്ര പഠന ദിവസങ്ങൾ ഉണ്ടായിരുന്നു എന്ന് കണക്ക് കൂട്ടി. എത്ര ദിവസം സമരങ്ങളായി ഈ കോളേജ് നശിപ്പിക്കപ്പെട്ടു എന്ന് അത് കണക്കെഴുതിയിട്ടുണ്ട്. പ്രിൻസിപ്പാളിന്റെ മുറി മുതൽ എത്രമാത്രം കേടുപാടുകൾ ഈ കോളേജിൽ സംഭവിച്ചു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് പരീക്ഷയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായ സംഭവങ്ങൾ, അങ്ങനെ ഒരു വലിയ ലിസ്റ്റ് 4 കൊല്ലത്തെ അനുഭവം വിവരിച്ച് തട്ടിൽ പിതാവ് എഴുതിയിട്ടുണ്ട്. പഞ്ചസാരയിൽ പൊതിഞ്ഞ പാഷാണം പോലെ ജനാധിപത്യത്തിൻ്റെയും ബഹുസ്വരതയുടെയും ഉത്തരവാദിത്ത രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെയും ബഹുവർണ്ണ കടലാസുപതികളിൽ പൊതിഞ്ഞ് രംഗത്ത് അവതരിപ്പിക്കുകയാണ് ഇന്നത്തെ ബില്ല്. ലക്ഷ്യം ഒന്ന് മാത്രം. ഏത് ഹീനമാർഗത്തിൽ കൂടിയായാലും ലക്ഷ്യം നേടേണ്ടത് ആവശ്യമാണല്ലോ. ഏതാനും കുട്ടി നേതാക്കളുടെ വളർച്ചയ്ക്കായി ഇവിടെ ഹോമിക്കുന്നത് ഒരു തലമുറയുടെ തന്നെ ആകെ ഭാവിയാണ്. ഇവിടെ പല കുട്ടികളുടെയും വിദ്യാഭ്യാസം നശിച്ചിരിക്കുന്നു. ഇവിടെ പ്രധാനമായും വളരുന്നത് സമരമാണ്. ഇവിടെ രാഷ്ട്രീയത്തിന്റെ പശ്ചാത്തലത്തിൽ 5-10-15 കുട്ടി നേതാക്കന്മാരെ വളർത്തിയെടുക്കാൻ, വരും രാഷ്ട്രീയ നേതാക്കന്മാരിൽ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി 2000-3000 കുട്ടികളുടെ പഠനവും ഭാവിയും നശിപ്പിക്കുന്ന ഈ പ്രക്രിയ നമുക്ക് അവസാനിപ്പിക്കേണ്ടേ എന്നൊരു ചോദ്യം. ആധുനികതയുടെയും പുരോഗമനത്തിൻ്റെയും വഴിത്താരകളെന്ന മോഹന വാഗ്ദാനം രാഷ്ട്രീയ പാർട്ടികൾ ഉയർത്തുമ്പോൾ അതിന് കുടപിടിക്കുകയാണ് മാധ്യമങ്ങൾ. അവരുടെ കാഴ്ചപ്പാടിൽ സർക്കാർ സമീപനം പുരോഗമന ചിന്തയാകുന്നു. അപ്പോൾ സ്വാഭാവികമായും സഭയുടെ നിലപാട് വരട്ടുവാദമെന്ന നിലയിൽ മാധ്യമങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുന്നു. ഇവിടെ പഠിപ്പിക്കുന്ന അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും അറിയാം,
ഇവിടെ രാഷ്ട്രീയ പരിശീലനം, പൊളിറ്റിക്കൽ സയൻസ് ഒക്കെ നന്നായി പഠിക്കുന്നുണ്ട്. ഇവിടെ ഇലക്ഷൻ, കുട്ടികളുടെ ഇലക്ഷൻ വളരെ നല്ല രീതിയിൽ തന്നെ ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ പുതിയ ബില്ല് കൊണ്ടുവരികയാണ്. കോളേജിൽ മാത്രമല്ല, സ്കൂളിൽ മാത്രമല്ല, സെൽഫ് ഫിനാൻസിങ് സ്കൂളുകളിലും, അൺഎയ്ഡഡ് സ്കൂളുകളിലും, കോളേജുകളിലും, സ്വാശ്രയ കോളേജുകളിലെല്ലാം ഈ വിദ്യാർത്ഥി പരിശീലനം രാഷ്ട്രീയ പരിശീലനമായി മാറ്റണം. രാഷ്ട്രീയ പരിശീലനമായ ആ വാക്ക് പുതിയ ബില്ലിൽ ഇല്ല എന്നാണ് എന്നോട് പറഞ്ഞത്. ഞങ്ങൾ രാഷ്ട്രീയ പരിശീലനം എന്നുള്ള വാക്കില്ല, രാഷ്ട്രീയ പാർട്ടികളുടേതെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ സ്റ്റുഡൻ്റ് ആക്ടിവിറ്റീസ്, അവർക്ക് യൂണിയൻ ആക്ടിവിറ്റീസ് ലീഗലൈസ് ചെയ്യണം. ഇതിൻ്റെ നല്ല വാക്കുകൾ ഉപയോഗിച്ച് അതിൻ്റെ ലക്ഷ്യം കോടതി വിധികളിലൂടെ ഈ സെൻറ് തോമസ് കോളേജ് പോലെയുള്ള കലാലയങ്ങളിൽ പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ സ്കൂളുകളിൽ പൊതുവെ ഇങ്ങനെയുള്ളത് കുറഞ്ഞു തുടങ്ങിയപ്പോൾ സ്കൂളുകളിലും ഈ രാഷ്ട്രീയ കളരികൾ ഉണ്ടാകണമെന്നുള്ള പുതിയ നിർദ്ദേശമാണ്. അത് കേരളത്തെ എന്തുമാത്രം ദോഷകരമായി ബാധിക്കുമെന്ന് വിദ്യാഭ്യാസ വിദഗ്ധര്, മാതാപിതാക്കള് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചാനലിൻ്റെ ഈ ഓപ്പൺ ഫോറം കണ്ടു. ആ ഓപ്പൺ ഫോറത്തിൽ കുറേ കുട്ടികളെ കൊണ്ടുവന്നിരിക്കുക. ഞങ്ങൾക്ക് പരിശീലനം കിട്ടണമെങ്കിൽ ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ സ്കൂളിൽ, കോളേജിൽ ഉണ്ടാവണം. അങ്ങനെ കുറേ കുട്ടികളെ കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആവേശം കൊടുക്കണം. ഞങ്ങൾക്ക് രാഷ്ട്രീയ നേതൃത്വം, പ്രബുദ്ധമായ കേരളത്തിലെ ഈ കുട്ടികളെ ചൂഷണം ചെയ്യുന്ന നിർത്തലാക്കണമെങ്കിൽ ഈ രാഷ്ട്രീയ പാർട്ടികൾ വേണം എന്ന് കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കുന്ന മാധ്യമങ്ങൾ. ഇതിനെതിരെ പ്രതികരിക്കാനാണ് നമ്മളിവിടെ ആയിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഒത്തുതീർപ്പിനോ സമരസപ്പെടലിനോ കത്തോലിക്ക സഭയ്ക്ക് കഴിയില്ല. കാരണം ഭാവി തലമുറയുടെ നാശം കണ്ടുകൊണ്ട് നിഷ്ക്രിയരായി നിൽക്കാൻ സഭയ്ക്ക് കഴിയില്ല. സമകാലിക സംഭവങ്ങൾ കൊണ്ടുപോലും കണ്ണു തുറക്കുവാൻ സർക്കാർ തയ്യാറല്ലാത്ത സാഹചര്യത്തിൽ പ്രത്യേകിച്ചും. തിരുവനന്തപുരത്തെ സ്ഥിതി കണ്ടാൽ അത് മാത്രം പോരെ, ആ കോളേജിലുണ്ടായത് മാത്രം പോരെ. കേരളത്തിലത്തെ വിദ്യാഭ്യാസ രംഗം രാഷ്ട്രീയ ഇടപെടലുകൾ കൊണ്ട്, കുട്ടി രാഷ്ട്രീയം കൊണ്ട് നശിച്ചത് മനസ്സിലാക്കാൻ. എന്നിട്ടും എന്തുകൊണ്ടാണ് സർക്കാർ ഇങ്ങനെ ഒരു ഉദ്യമത്തിന് മുതിരുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതൊരു വേദനയാണ്. ഭാവി തലമുറയുടെ നാശം കണ്ടുകൊണ്ടുള്ള വേദന. വിദ്യാഭ്യാസ രംഗം മുഴുവൻ തകരുന്നത് കൊണ്ടുള്ള വേദന. നമ്മുടെ മക്കൾ പരസ്പരം തല്ലുകൂടുന്നത് കൊണ്ടുള്ള വേദന. നേരത്തെ അതിമനോഹരമായി തന്നെ ബിജു വക്കീൽ സൂചിപ്പിച്ചതുപോലെ അനർഹരെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഈ ശൈലി, പഠിക്കാതെ അല്ലെങ്കിൽ ഒന്നാം റാങ്ക് മേടിക്കുന്നതിന് പഠിക്കാതെ ജയിക്കാനായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുന്ന ഈ രീതി, അത് നമുക്ക് വേണ്ട, അത് കേരളത്തിന് വേണ്ട. ഈ വേദന അറിയിക്കാനാണ്, പ്രതികരിക്കാനാണ് നമ്മൾ ഈ യോഗത്തിലേക്ക് ഒന്നുചേർന്നത്. കഠാര രാഷ്ട്രീയത്തിന്റെ കളരി ഒരുക്കാൻ കുട്ടിരാഷ്ട്രീയം എന്ന പാഷാണം നിറഞ്ഞ കേക്കിന്റെ രുചിക്കൂട്ടൊരുക്കൽ അണിയറയിൽ തകർക്കുകയാണ്. ഭരണപക്ഷത്തിനൊപ്പം പ്രതിപക്ഷവും വിഭവങ്ങൾ വാരിക്കോരി ചൊരിയുമ്പോൾ വിഭവം ഉടൻ തയ്യാറാകുമെന്ന് ഉറപ്പാണ്. വിൽപ്പനയുടെ കണ്ണാടി അലമാരികൾ ഒരുക്കി മാധ്യമങ്ങളും തയ്യാറാണ്. പക്ഷേ നെഞ്ചുപൊള്ളി കരിഞ്ഞുയരുന്ന അമ്മമാരുടെയും പ്രതീക്ഷകൾ കൊഴിയുമോ എന്ന ആശങ്കയിൽ ഉയരുന്ന പിതാക്കന്മാരുടെയും നെടുവീർപ്പുകൾ പ്രതിരോധം ചമയ്ക്കാൻ നമ്മെ നിർബന്ധിതരാക്കുന്നു. ബിഗ് ബുക്ക് 6ാം താളും മടക്കുകയാണ്. പ്രതിരോധത്തിന്റെ ശക്തമായ വേലിക്കെട്ടുകൾ ഉയർന്നു വരുമെന്ന പ്രതീക്ഷയോടെ വീണ്ടും കാണാം അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി, നമസ്കാരം.